എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ എത്ര പെട്ടെന്നാണ് മാറ്റം വരുന്നത്, ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിജീവിക്കാൻ ഇല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ എത്ര പെട്ടെന്നാണ് നമ്മൾ ശീലിക്കുന്നത് എന്നുള്ളതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ അടുത്ത നാളിൽ അറിയാം, നമ്മുടെ കാലാവസ്ഥ യുടെ പ്രശ്നം മൂലം മണ്ണിടിച്ചിലുകൊണ്ട് ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ, അദ്ദേഹത്തിനായിട്ടുള്ള അലച്ചിൽ, ആകുലത, അദ്ദേഹം ലോറി കിട്ടിയോ, അദ്ദേഹത്തെ കിട്ടിയോ, അതെങ്ങനെയാണ് എൻ്റെ അവസരം. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അവിടെ ജീവൻ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവർക്കുള്ള രക്ഷാ സഹായങ്ങൾ ഇല്ല സഹായത്തിനായിട്ട് ഓടി നടക്കുന്നത്. അങ്ങനെ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാകുന്നു, കുറേ നാശനഷ്ടങ്ങളുണ്ടാകുന്നു. അതിനെപ്പറ്റി ആകുലപ്പെട്ടും വ്യാകുലപ്പെട്ടും പ്രാർത്ഥിച്ചും ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധതയിൽ കൂടി അങ്ങനെ നടന്ന് അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഇല്ല ചിന്തകൾ ഇങ്ങനെ കൊഴുത്ത് വരുന്ന സമയത്താണ് ഇപ്പോൾ എല്ലാവരും സിനിമാക്കാരുടെ പുറകെ. ഈ സിനിമയിൽ ആരെയൊക്കെയോ പീഡിപ്പിച്ചു, ഇല്ല ആരെയൊക്കെയോ അങ്ങനെ വളരെ ഇപ്പം മൊത്തം സിനിമയല്ലായിരുന്നു. നായിക നടിമാരും തിരശ്ശീലിൽ നിന്ന് രംഗത്തേക്ക് ഒഴിഞ്ഞുപോയ നടീനടന്മാരും ഒക്കെ ഇപ്പം സജീവമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു കഴിഞ്ഞ തലമുറ ഇല്ലെ മുൻ തലമുറ ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ സിനിമാ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് നായികയായിട്ടോ ഇല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ ഒരു സ്ത്രീ കഥാപാത്രത്തെ ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ എഴുതി കേട്ടൊക്കെ വായിച്ചിട്ടുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതും. ഒരു സ്ത്രീ കഥാപാത്രത്തെ ലഭിക്കാൻ അത് ഒരു കുടുംബത്തിൽപ്പെട്ടോ ഒരു നാട്ടിൽപ്പെട്ടോ ആരും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അന്ന് പുരുഷന്മാർ തന്നെയാണ് സ്ത്രീകളുടെ വേഷം കെട്ടി അഭിനയിച്ചുകൊണ്ടിരുന്നത്, സിനിമയിലായാലും നാടകത്തിനായാലും ഒക്കെ. ക്രമേണ അതിനകത്ത് മാറ്റം വന്നു. ആളുകൾ കുറേശ്ശെ സിനിമാ രംഗത്തേക്ക് വരാൻ തുടങ്ങി. അത് അതിനകത്തുനിന്ന് പേരെടുക്കുന്നത് ഇല്ലെങ്കിൽ അതിന് സാമ്പത്തികം ഉണ്ടാകുന്നൊക്കെ നേട്ടം കൊണ്ട് ക്രമേണ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി ഈ സിനിമാ രംഗത്തേക്ക്. എനിക്ക് അഭിനയിക്കണം, എനിക്ക് സംവിധാനം ചെയ്യണം, എനിക്ക് അങ്ങനെ ഓരോരോ തിരക്കഥ എഴുതണം. അങ്ങനെ ഓരോ മേഖലയിലും ആളുകളിൽ ഒരു അതിപ്രസരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മത്സരമായപ്പോൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് ഒരു വിഭാഗം ആളുകൾ, അതായത് സംവിധായകൻ പറയുന്നത്, അല്ലെങ്കിൽ നായിക നടൻ പറയുന്നത്, അല്ലെങ്കിൽ നായിക നടൻ പറയുന്നത്, അല്ലെങ്കിൽ നടി പറയുന്നത്, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി സ്വയമേവ തയ്യാറായിട്ട്, അല്ലാതെ ഉള്ളവർക്ക് തയ്യാറായിട്ട് വന്ന് അന്ന് ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു സിനിമയിൽ അഭിനയിച്ചു, ഇല്ലെങ്കിൽ അവർ സംവിധാനം ചെയ്തു, ഇല്ലെങ്കിൽ അവർ തിരക്കഥ എഴുതി, എങ്ങനെയോ അവർ പേരായി ആളായി. ഒരു പക്ഷേ അവരുടെ ഭാഗ്യമോ നിർഭാഗ്യം കൊണ്ടോ അവർ രംഗത്ത് നിന്ന് ഔട്ടായിപ്പോയി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ അന്ന് അയാൾ എന്നെ പീഡിപ്പിച്ചു, അന്ന് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു, അന്ന് അയാൾ ഇങ്ങനെ കാണിച്ചു, എൻ്റെ മനസ്സ് തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം. എന്തായാലും സാധാരണ നമ്മൾ മനുഷ്യർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറിയില്ലേ? നമ്മുടെ ചർച്ചകൾ ഇല്ലെങ്കിൽ ചിന്തകൾ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചും അതിന് ഉൾപ്പെട്ട ആളുകളെക്കുറിച്ചും ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് മാത്രം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ നടീനടന്മാരെ പറ്റി ഇല്ല സിനിമയെ പറ്റി എത്രത്തോളം ആരാധനയുണ്ട് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ആരെ ഉപദേശിക്കാനും ആളല്ല. എന്നാലും നമ്മുടെ ഈ താരാരാധന കുറച്ച് മാറ്റിവെച്ചാൽ തന്നെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹാരമാകും. കാരണം ഈ സിനിമയിൽ കാണുന്ന ഒരു നടൻ ഇല്ലെങ്കിൽ നടി അവർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതോ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടാണ് നമ്മളവരെ ആരാധിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് ഇവർ നമ്മളെപ്പോലെ തന്നെ സാധാരണ പച്ചയായ മനുഷ്യരാണ്. അവർക്കും വികാരവും വിചാരവും ബാക്കിയെല്ലാം നമുക്കുള്ള എല്ലാ സംഭവങ്ങളും അവർക്കും ഉണ്ട്. പിന്നെ അവരങ്ങനെ ഒരു പെട്ടെന്നൊരു നക്ഷത്ര പദവിയിലേക്ക് വരുന്നൊരു പ്രത്യേക കാലം ജീവിക്കുന്നു. അവരുടെ പുറകെ ആളുകൾ കുറെ ആരാധകർ കൂടുന്നു. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ വൈകല്യത്തിന് പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് പത്രമാധ്യമങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു നടൻ ഉത്ഭവിക്കുന്നു, അതിന് പുറകെ അങ്ങ് നടന്ന് അവരുടെ ജീവിതചര്യകളെല്ലാം പറഞ്ഞ ആളുകളിലേക്ക് അങ്ങ് സന്നിവേശിപ്പിച്ച് പിന്നെ ഇവർക്കൊരു ചെയ്യുന്ന അവാർഡുകളൊക്കെ കൊടുക്കുന്നു. അവാർഡുകൾ കിട്ടുന്നതിൻ്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ വലിയ താരനിശകൾ പോലുള്ള ഭയങ്കര സംഭവങ്ങൾ നടത്തുന്നു. ഇതിനെയൊക്കെ ആൾക്കാരെ കയറ്റുന്നു. അങ്ങനെ ആളുകളിലേക്ക് ഇവരെ പറ്റിയുള്ള ഒരു ആരാധന അടിച്ചേൽപ്പിക്കുക. ശരിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ കഴിവ്, ഇല്ല അഭിനയിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, സംവിധാനം ചെയ്യാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഇതിനേക്കാൾ ആരാധിക്കപ്പെടേണ്ട ഇല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു കുറേ മറ്റനേകം വിഭാഗത്തിലുള്ള ആളുകളില്ല. അവർക്ക് അതിൻ്റെതായ അർഹമായ പരിഗണന കിട്ടുന്നുണ്ടോ ഇല്ല കിട്ടേണ്ടതല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ഭക്ഷണം, വായു, വെള്ളം.
അതിനകത്ത് ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കർഷക സമൂഹമാണ്. കർഷകൻ എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ഈ പറയുന്ന നടിയില്ല, നടനില്ല, സംവിധായകനില്ല, ഒരു ശാസ്ത്രജ്ഞനും ഇല്ല, ഒരു സയന്റിസ്റ്റും ഇല്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. അവൻ ഒരിക്കലും അർഹമായൊരു പ്രാതിനിധ്യം ഒരിക്കലും കിട്ടുന്നില്ല. അവൻ എന്നും കുപ്പത്തൊട്ടിയിൽ ഈ ജീവിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരുത്തനാണ്. ആ ഒരു സാഹചര്യം ജീവിച്ചിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നടീനടന്മാർക്ക് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്തോട്ടെ, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മികച്ച കർഷകനെ ഇല്ലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പുതിയൊരു ഭക്ഷ്യോൽപ്പന്നം കണ്ടുപിടിക്കുന്ന ഇല്ലെ പുതിയ തരത്തിലുള്ള ഒരു നാണ്യങ്ങൾ കണ്ടുപിടിക്കുന്ന അവരെയൊക്കെ ആദരിച്ച് അവരെ സമൂഹത്തിന്റെ ഉന്നതിയിൽ എത്തിച്ച് അവരെ ഈ വിദ്യാർത്ഥി സമൂഹത്തെ ഇല്ലെങ്കിൽ ഈ യുവതലമുറയൊന്നും കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളെ കൂടുതൽ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഈ പത്രക്കാർ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ സാധിക്കത്തില്ല. ഇതിപ്പം കർഷകൻ എന്ന് പറയുന്ന തീരെ ഒരു മോശം ഒരു രീതിയായിട്ടൊരു കാഴ്ചപ്പാടാണ്. കാരണം അവൻ എന്തായാലും അത് പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവൻ അത് പണിയെടുക്കും. അവൻ പണിയെടുത്തില്ലെങ്കിൽ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു ചിന്താഗതി വരുത്താൻ ശ്രമിക്കേണ്ടതാണെന്നുള്ള ഒന്ന്. ആ കൂട്ടത്തിൽ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ പട്ടാളക്കാർ അവര് ഇല്ലെങ്കിൽ ശരിക്ക് ഈ ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അവരിൽ അന്ന് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെ വിളിച്ച് ആരാധിക്കുകയും ഇല്ലെങ്കിൽ അവരെ വിളിച്ചൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയും അവരെ നാട്ടുകാർക്ക് മുമ്പിൽ കൂടുതൽ പ്രതിഫലിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പാടില്ലേ? അതുപോലെ നമ്മുടെ പോലീസ് പോലെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്തുന്നതിൽ നാട്ടിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ അവർക്കുള്ള പങ്ക് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിനകത്ത് നിസ്വാർത്ഥമായിട്ട് സ്നേഹം അനുഷ്ഠിക്കുന്ന ആളുകളെ അവർക്കൊരു അവാർഡ് കൊടുക്കുകയും അവരെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതല്ല. അതുപോലെ ആരോഗ്യവകുപ്പിലെ മികച്ചതായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കണം. ഇപ്പം കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് പോരാ. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ജനങ്ങളുമായിട്ട് കൂടുതൽ ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവാർഡ് നിശകൾ പോലെയുള്ള സംഘടിപ്പിച്ച് അവരെ കൂടുതൽ ജനങ്ങളോട് ഇഷ്ടം തോന്നിക്കുന്ന രീതിയിലേക്ക് പോരണ്ടേ? നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടില്ല എന്നോർത്ത് ആൾ മരിച്ചു പോവില്ല, ഇല്ലെങ്കിൽ ഒരു നാടകം കണ്ടില്ല എന്നോർത്ത് ആരും മരിച്ചു പോവില്ല, പാട്ട് കേട്ടില്ല എന്നോർത്ത് ആരും മരിച്ചു പോവില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചില്ല ആൾക്കാർ മരിച്ചു പോകും. ആഭ്യന്തര യുദ്ധം കൊണ്ടോ കലാപം കൊണ്ടോ ആളുകൾ മരിച്ചു പോകും. നമ്മുടെ സ്വത്ത് സാധനങ്ങളെല്ലാം നഷ്ടം വരും. അപ്പം നമ്മുടെ ഈ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തേണ്ടതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിർദ്ദേശിക്കാൻ ഞാൻ ആളല്ല. ഞാനൊരു താരാരാധന നടത്തുന്ന ആളുകളല്ല. സിനിമകൾ കാണാറുണ്ട്, നാടകങ്ങൾ കാണാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ നല്ലതാണെങ്കിൽ അത് കൊള്ളാം. പക്ഷെ എന്ന് വിചാരിച്ച് ആ ഒരു നടൻ അതുപോലെ തന്നെ ആയിത്തീരാനോ ഇല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അന്ധമായിട്ട് ആരാധിച്ച് നടക്കുന്ന ഒരു ശീലം എനിക്കില്ല. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ഈ സിനിമയൊക്കെ വിട്ട് നമ്മൾ സാധാരണ മനുഷ്യനെ പറ്റിയുള്ള ജീവിതങ്ങളും കാര്യങ്ങളും ആകട്ടെ, ഇല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, ഉണ്ടായ ദുരന്തങ്ങൾക്ക് നമ്മൾ ബാക്കി ഏത് രീതിയിൽ പ്രവർത്തിക്കണം, പ്രതികരിക്കണം, അവരെ സഹായിക്കാൻ, വീട് നഷ്ടപ്പെട്ടവർ, സ്ഥലം നഷ്ടപ്പെട്ടവർ, അവരുടെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ സഹായിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ കാർഷിക വൃത്തിക്ക് വേണ്ടി നമ്മൾ എന്താണ് കൂടുതൽ ലാഭകരമായിട്ട് ചെയ്യാൻ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കഴിഞ്ഞിട്ട് പോരെ ഈ കലാപരമായിട്ടുള്ള ആളുകളുടെ ഇല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം. ഇപ്പം പലരും ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കൊരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ നേട്ടം എനിക്ക് ഉണ്ടാകാൻ വേണ്ടി അന്ന് എൻ്റെ ഉഭയസമ്മതപ്രകാരം ഇവർ പല പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം അവർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഈ പുറകെ നടക്കുന്ന ഒരു ശരിയായ പ്രവർത്തനം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, ബലാത്സംഗത്തെ ന്യായീകരിക്കുകയല്ല, അല്ലെങ്കിൽ വാണിഭത്തെയോ പീഡനത്തെയോ ഒന്നും ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ഇവർക്ക് ബലാത്സംഗമാണ് ചെയ്തതെങ്കിൽ അവർക്ക് അപ്പം തന്നെ അറിയാതെ ബലാത്സംഗം, പിറ്റേ ദിവസം ഇവർക്ക് പത്രദ്വാരയോ അല്ലെങ്കിൽ പോലീസിലോ പരാതി കൊടുക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. ഇനി ചെയ്തെങ്കിൽ അതിന് ബാക്കി നടപടിക്രമങ്ങളിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ സ്വാധീനം കൊണ്ട് അത് ചെയ്ത് മാറ്റി കളയപ്പെട്ടെങ്കിൽ അവർ മറ്റു മാർഗങ്ങൾ നോക്കണമായിരുന്നു. ഇത് ആ ഒരു വിഭാഗം നിൽക്കുമ്പോൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പെണ്ണുങ്ങൾ മാത്രമല്ല, ഇപ്പം ഒരു പുരുഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു, എൻ്റെ ഫോട്ടോ എടുത്തു, പ്രദർശിപ്പിച്ചു. ഇത്രയും കാലമായിട്ട് ആ പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളിനെ പീഡിപ്പിച്ചതും പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വേറെ ആർക്കും അയച്ചു കൊടുത്തു തോന്നും. ഇപ്പം ഈ വർഷങ്ങൾക്ക് ശേഷം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊക്കി പിടിച്ചിട്ട് വരുമ്പോൾ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പല ആളുകളും ഒരു ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഇല്ല എന്നെ അറിയപ്പെടാൻ വേണ്ടി ആണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ അയാളെ തെറ്റു പറയാൻ പറ്റുമോ? കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ പീഡിപ്പിച്ചു, ഒരു പുരുഷനാണ് പറയുന്നത്, സ്ത്രീയാണ് പിന്നെ പൊട്ടേന്ന് നോക്കാം, ഇല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു, പുരുഷൻ സ്ത്രീയെ പീഡിപ്പിച്ചു പറഞ്ഞ് ശരിയാന്ന് നോക്കാം. ഇത് തികച്ചും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് കൂട്ടുനിന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മനസ്സിലായി നിനക്ക് എത്ര പണം വേണം എന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പൊ വിധിപ്പിക്കൊണ്ട് പറയുന്നത്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ഇല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാൻ അവരെ ആരെയും ന്യായീകരിക്കില്ല എന്ന് വീണ്ടും പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം പുതിയ തലമുറയ്ക്ക് തെറ്റായ ചില ചിന്തകളാണ് ഇതുമൂലം ലഭിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. അതുകൊണ്ട് ഈ താരാരാധന കുറച്ച് വെച്ചിട്ട് മനുഷ്യനെ മനുഷ്യനാക്കി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും നമുക്ക് നല്ലത്. നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.